ഞാൻ ഇന്നലെ നെക്സ്റ്റ് ജെൻ റിക്സിന്റെ സ്കാമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു അപ്ഡേറ്റ് പറയാൻ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ചധികം കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ഒരു അപ്ഡേറ്റ് പറയാം. പ്രസീദ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പ്രസീദുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതിലൊരു കൂടുതലൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഒരു 2 ദിവസം കൊണ്ട് പ്രസീദിനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിനുശേഷം പൈസ നഷ്ടപ്പെട്ട 200-300 പേർക്കും പ്രസീദിന്റെ ഭാഗത്തു നിന്നും വരുന്ന അപ്ഡേറ്റും കൂടി വെച്ചിട്ട് അവർക്ക് ആ എമൗണ്ട് എങ്ങനെ മേടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഞാനൊരു അപ്ഡേറ്റ് തരാം. കാരണം ഒരു സൊല്യൂഷൻ വേണമല്ലോ ഇതിന്. കാരണം ഇത് ലീഗലി പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും കുറേ കാലം. ഇനി ലീഗലി പോകുന്നവർക്ക് അത് ലീഗലി പോവാം, നോ വറീസ്, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ലീഗലി പോകുന്നവർക്ക് കൃത്യമായിട്ട് പോവാം, ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയവർക്ക് അങ്ങനെ പോവാം. അല്ലാത്തവർക്കും ഈ പറഞ്ഞ പോലെ പൈസ കിട്ടണമല്ലോ. 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ കുട്ടികളുമാണ്, സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർക്ക് ആ പൈസ പോയത് തിരിച്ചു കിട്ടണം. സോ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കിതിനൊരു സൊല്യൂഷൻ എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ സൊല്യൂഷൻ നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വഴി കൂടി ഞാൻ അത് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രസീദിനോട് കുറച്ചും കൂടി എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് ഞങ്ങളുടെ അസോസിയേഷൻ, കിക്ക് അസോസിയേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ, കാരണം എനിക്കിത് ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല. നമുക്കിത് കിക്ക് ത്രൂ ചെയ്താലേ അതിൻ്റെ ഒരു ലീഗൽ സൈഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ആ രീതിയിലും കുറച്ചും കൂടിയും കുറച്ചും കൂടി ആളുകളായിട്ട് സംസാരിച്ച് ഇത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാനൊന്നിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും പ്രസീദ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചും കൂടി കാര്യങ്ങൾ പ്രസീദിൻ്റെ കയ്യിൽ നിന്ന് അറിയാനുമുണ്ട്. ഈ ഒരു വീഡിയോ ഇപ്പോൾ അതിനല്ല. ഈ ഒരു വീഡിയോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗിൾ നമ്മുടെ ഈഗിൾ ഇന്നലെ വന്നിട്ടൊരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ നെക്സ്റ്റ് ജെൻ സ്കാമിൻ്റെ കാര്യവും പിന്നെ ഈഗിളിനെ ഇതിപ്പോൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈഗിൾ എന്നെ പേഴ്സണലി കോൾ ചെയ്തിട്ട് ഈഗിൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറേ ആളുകൾക്ക് പൈസ നഷ്ടമായി. ഈ ഒരു നെക്സ്റ്റ് ജെൻ സ്കാമിൻ്റെ വീഡിയോ ചെയ്തവരുടെ എല്ലാ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കുക. അവരൊക്കെ പറയുന്നൊരു കേസുണ്ട്. ഓരോ ഇൻഫ്ലുവൻസർക്കും ഈ പ്രസീദ് എന്ന് പറഞ്ഞ വ്യക്തി സിസ്റ്റം കൊടുത്ത് അതിൻ്റെ ബാക്കപ്പ് കൊടുത്ത് അവരുമായിട്ടുള്ളൊരു പേഴ്സണൽ റിലേഷനൊക്കെ കീപ്പ് ചെയ്തത് അവർക്ക് എവിടെയും പുറത്ത് വന്നിട്ട് അയ്യോ അയാൾ ഇങ്ങനെയെന്ന് പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. പിന്നെ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ പോലും പേഴ്സണൽ റിലേഷനിൽ ഇയാൾ കുറച്ച് ഒരു അടിപൊളി റിലേഷൻ കീപ്പ് ചെയ്തതുകൊണ്ട് ഇവർക്ക് ആർക്കും പുറത്ത് വന്നിട്ട് ഇയാൾ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അവർ ലോക്കായി പോയതാണ്. അല്ലാതെ അവരാരും പൈസ മേടിച്ച് നെക്സ്റ്റ് ജെൻ റിഗിനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിച്ച് പ്രൊമോട്ട് ചെയ്തവരൊന്നുമല്ല, അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്തതല്ല. ചിലരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബൈ വൺ ഗെറ്റ് വണ്ണിൻ്റെ ബാനറൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ അവരുടെ സ്റ്റോറിയിലും പോസ്റ്റിലൊക്കെ ഇട്ട് കാണും, ഇല്ലെങ്കിൽ ഗീവ് അവേ ചെയ്തവരുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടോ സംഗതിയോ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളപ്പോൾ ഇതിപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഒരുപാട് പേർക്ക് പോയി. പിന്നെ പൈസ പോവാത്തത് ഇത് കാണുന്നവർക്കൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ക്രിയേറ്റേഴ്സിൻ്റെയും ഗെയിമേഴ്സിൻ്റെയും തലയിൽ കയറാൻ പറ്റുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഓടിക്കയറി തെറിവിളി. അതാണ് വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈഗിളിൻ്റെ കേസിൽ ഈഗിൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഞാൻ ഈഗിളിനെ ആയിട്ട് പേഴ്സണലി സംസാരിച്ച സമയത്ത് ഈഗിൾ തന്നെ പറഞ്ഞത് ബ്രോ നിങ്ങളത് റെക്കോർഡ് ചെയ്തോ, എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ വെച്ചോ. കാരണം ഈ ഒരു അവസ്ഥ അറിയണം. ഞാൻ എന്നോട് പേഴ്സണലി വന്നാൽ സംസാരിക്കാൻ റെഡിയാണ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ട്. ഈഗിളുടെ ഫാമിലിയിലുള്ളവർക്ക് പോയി മെസ്സേജ് അയച്ചിട്ട് എന്തിനിടെ നിങ്ങൾ ഈ കാണിക്കാൻ നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഈഗിളിൻ്റെ ഇന്നലത്തെ വീഡിയോയിലെ കുറച്ച് പോർഷൻസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഈ പറയണത് പോലെ ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ വാട്സാപ്പിലും കുറേ പേഴ്സണൽ കോളായിട്ടും ഒക്കെ കുറേ പേര് നെക്സ്റ്റ് ജെൻ്റെ ഇഷ്യൂവിനെ പറ്റി എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അത് ഈ ഇടയ്ക്ക് ഈ ഒരു റീസെൻ്റ്ലി ഒരു 2-3 ദിവസമായിട്ടാണ് വളരെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് ആൾക്കാർ കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. ബ്രോ നെക്സ്റ്റ് ജെനിൽ PCയുടെ പൈസ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കുമോ എന്നുള്ളൊരു കാര്യം. ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ഇന്ന് വരെ ക്യാഷ് മേടിച്ച് ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല വട്ടം എനിക്ക് എൻ്റെ ലൈവിലും എൻ്റെ പല ഇതിലും പിന്നെ ഈ പറയണത് പോലെ വൺ വിൻ ഇങ്ങനത്തെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പല സാധനങ്ങൾ ഒരുപാട് വലിയ എമൗണ്ടുകൾ എനിക്ക് ഓഫർ ചെയ്തതാണ്. അപ്പം ഇതാണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത് എല്ലാ ക്രിയേറ്റേഴ്സിനോടും നെക്സ്റ്റ് ജെൻ റിഗിന്ന് സിസ്റ്റം എടുത്ത എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കും. അവർ സിസ്റ്റം എടുത്ത ടൈമിൽ അവർക്ക് നല്ല സിസ്റ്റവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സർവീസും കിട്ടി.
പിന്നെ ഭാവിയിൽ അവർക്കും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പ്രസീതുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻ ബോണ്ട് വന്നപ്പോൾ അവർക്കത് പുറത്ത് പറയാനുള്ളൊരു പ്രശ്നം വന്നു. അത് അവർ ആക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരാളെയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി എന്നെ പരിചയമുള്ള ഒരു വ്യക്തി വന്നിട്ട് എനിക്കൊരു പ്രൊഡക്റ്റ് തന്നു. ആ പ്രൊഡക്റ്റ് എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ആ പ്രൊഡക്റ്റ് അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോഴത്തേക്കും ആ പ്രൊഡക്റ്റ് തന്ന വ്യക്തി എന്നെയായിട്ടൊരു നല്ല ഹെൽത്തി റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്ന് മാറ്റി നമ്മൾ അവരായിട്ട് അത് ഡീൽ ചെയ്ത് വിടും. ഓക്കെ. പിന്നെ ഈ ബൈ വൺ ഗെറ്റ് വണ്ണിലും ഞാൻ ഇന്നലെ അറിഞ്ഞത് കുറച്ച് പേർക്ക് ബൈ വൺ ഗെറ്റ് വൺ കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് പേർക്ക് സിസ്റ്റം കിട്ടി എന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു 1-2 പേര് പറഞ്ഞു. വളരെ എണ്ണം കുറവാണ്. കാരണം 300 പേരെ പൈസ നഷ്ടപ്പെടുന്നിടത്ത് 1-2 ആളെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് വേറെ കേസ്. പക്ഷെ ഇവിടെ ഈ ഈഗിളിനെ പോലെയുള്ള ഗെയിമേഴ്സ് എന്താ പറയുക, ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അവരുടെ കണ്ടന്റ് ചെയ്യുന്നവർക്കൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ വ്യക്തി നല്ല ഡീലുകളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ നല്ല ഡീൽ എന്ന് പറയുമ്പോഴും മാർക്കറ്റിൽ വിലയേക്കാൾ വളരെ എന്താ പറയുക വില കുറച്ചങ്ങോട്ട് കൊടുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇവരെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് കൃത്യമായിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്ത സാധനങ്ങളുമാണ്. ഓക്കെ. അല്ലാതെ ഇത് പ്രൊമോഷൻ എന്ന് കാണുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് ഇവരെടുത്ത് കൊണ്ടുവരുന്ന സാധനങ്ങളല്ല. അതങ്ങനെ സംഭവിച്ചിട്ടുമില്ല. പിന്നെ ഇതിൽ വേറൊരു ഈഗിളിൻ്റെ കാര്യത്തിൽ വേറൊരു എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈഗിളിൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ ഈഗിൾ ഇതുവരെ ഞാനൊരു റമ്മി പോലത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ആപ്പും പ്രൊമോട്ട് ചെയ്ത് ഞാൻ ഈഗിളിൻ്റെ കേസ് കണ്ടിട്ടില്ല. സോ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും, എനിക്ക് ഈഗിളിൻ്റെ കാര്യത്തിൽ ഷുവറാണ്, ഈഗിൾ ഈ പറഞ്ഞ രീതിയിൽ പൈസ മേടിക്കാതെ മറ്റേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു സാധനം വന്ന് മേടിച്ച അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഈഗിളിനെ ഇപ്പോൾ കുറച്ചായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. അതുകൊണ്ട് നിങ്ങൾ ഈഗിളിനെ പോയി ചൊറിഞ്ഞ് അയാളുടെ ലൈഫിൽ ആ ഒരു പീസ് ഓഫ് മൈൻഡ് കളയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ തിങ്ക് ചെയ്യും. ഓക്കെ. ഇനി ഞാനും സംസാരിച്ചൊരു പോർഷൻ ഞാനിവിടെ വയ്ക്കാം. ഏകദേശം ഒരു 8 മിനിറ്റുള്ള ഒരു ഓഡിയോ ആണത്. അത് നിങ്ങളൊന്ന് കേട്ടൊക്കെ ഒരു കോളാണ്, ഞങ്ങൾ സംസാരിച്ചതാണ്. ഞാൻ ഈഗിളിൻ്റെ വിത്ത് പെർമിഷൻ ബ്രോ ഇത് നിങ്ങൾ എടുത്തോ റെക്കോർഡ് ചെയ്തോ എന്നിട്ട് നിങ്ങൾ ഇട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ. എന്താണെങ്കിൽ നിങ്ങൾ അത് കേൾക്ക്. അത് കഴിഞ്ഞിട്ട് ഈഗിളിൻ്റെ ഒരു ലൈവിലെ പോർഷൻ കൂടി ഞാൻ വെക്കാം. ബ്രോ, ഞാൻ 4.5 ലക്ഷം രൂപയുടെ PC വാങ്ങിച്ചാ പറയുന്നത്. മേടിച്ചതിന്റെ അന്ന് തൊട്ട് ഇന്ന് വരെ, അതായത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ബ്രോ 3090 എന്ന് പറയുന്ന കാർഡായിരുന്നു ഉണ്ടായിരുന്നതിൽ, ലോകത്തുണ്ടായിരുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് കാർഡ്. മനസ്സിലായി. അപ്പം എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു, ലൈക്ക് ആ അത്രയും ഹൈ സ്പെക്ക് ബിൽഡ് ചെയ്തിട്ട് നല്ല FPS കളിക്കണം എന്നൊക്കെ ഉള്ള രീതിയില്. അപ്പൊ എന്റെ അതിലും കുറഞ്ഞ സ്പെക്കായിരുന്നു അതിന് മുമ്പിരുന്നത്. എന്നിട്ട് ഞാനത് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോ എനിക്ക് ഈ പുതിയ കാർഡിനകത്തും പുതിയ PC-ക്കകത്തും കിട്ടുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് പഴയതിനേക്കാൾ ശോകമാണ്. അപ്പൊ ഞാൻ പുള്ളിക്ക് കുറെ അയച്ച് പുള്ളി ഒരു 5-6 വട്ടം എന്റെ വീട്ടിൽ വന്ന് ഓരോ സാധനങ്ങളായിട്ട് മാറ്റി വെച്ച് തന്ന്. മനസ്സിലായോ? അപ്പം ഞാൻ ഒബ്വിയസ്ലി നോക്കുമ്പോൾ ചേട്ടാ എന്ത് നോക്കുന്നത്, നമ്മൾ പുള്ളി ട്രിവാൻഡ്രത്തുനിന്ന് പത്തനംതിട്ട വരെ എന്റെ ഒരു 2.5 കിലോമീറ്റർ ജേർണി ഉണ്ട് അവരുടെ കട ടു എന്റെ വീട് വരെ. 2.5 മണിക്കൂർ. 2.5 മണിക്കൂറോളം ദൂരമുണ്ട്. അപ്പൊ ഇത്രയും ദൂരത്ത് വന്ന് 4-5 വട്ടം പുള്ളി ഓരോ കാര്യങ്ങൾ എഫേർട്ട് ഇട്ട് മാറ്റി വെച്ച് ഫിക്സ് ചെയ്യാൻ നോക്കി തന്നോണ്ടിരിക്കുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോന്ന് ചെയ്ത് തരുമ്പോ കുറെ നേരം പുള്ളി ഇവിടെ വന്നിരിക്കും. കുറച്ചു നേരത്തേക്കിന് ഓക്കെ ആവും. വീണ്ടും ഒരു ദിവസം കഴിയുമ്പോ പിന്നെ ഇത് തന്നെ ഇഷ്യൂ. അങ്ങനെ ലാസ്റ്റ് ഗതി കെട്ടിട്ട് ഞാൻ മടുത്തിട്ട് പുള്ളിക്ക് മെസ്സേജ് അങ്ങോട്ട് അയച്ചു. അത് ഇന്നലത്തെ ലൈവിലുണ്ട്, നോക്കിയാൽ മതി ബ്രോ. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ചേട്ടാ ഈ PC നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം ആയിട്ടുള്ള എമൗണ്ടോട് എടുത്തിട്ട് ബാക്കി എനിക്കിപ്പോ 4.5 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 2 അല്ലെങ്കിൽ ഒരു 3 എനിക്ക് തിരിച്ചു തന്നാൽ മതി, നിങ്ങൾ ബാക്കി എടുത്തോ, എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ ഇനി വയ്യ, മടുത്തു എന്ന് പറഞ്ഞു. കാരണം അത്ര ഫെഡപ്പായി ബ്രോ. ഞാൻ വേറെ എവിടുന്നേലും വാങ്ങിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്ത് അത് മാത്രമാണ് എനിക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഡീല്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഇത് ചെയ്തെന്നല്ലാതെ ഞാൻ പുള്ളിയോട് ഇനി വിളിക്കുമ്പോ ചേട്ടൻ ചോദിക്കണേ, ഞാൻ ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ 1 വട്ടമെങ്കിലും 5 പൈസക്ക് ഞാൻ അവരുടെ പ്രൊമോഷന് പൈസ വാങ്ങി ഞാൻ ചെയ്തിട്ടുണ്ടോന്ന് ഒരു കാര്യം ഒന്ന് കൺഫേം ചെയ്യണം. അത് ചോദിക്കണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റേ ഫ്രീ ആയിട്ട് PC തരാനോ മറ്റേ ഇത് തരാനോ ഞാൻ അവിടുന്ന് ഒരു 5-6 PC, ഒരു 3 ലാപ്ടോപ്പ്, അത് കൂടാതെ കമ്പോണൻസ്, എന്റെ ബാക്കിയുള്ള കമ്പോണൻസ് 1.5 ലക്ഷം രൂപയുടെ മോണിറ്റർ തന്നെ ഒരു 7-8 എണ്ണം ഞാൻ പുള്ളിയുടെ വാങ്ങിച്ചിട്ടുണ്ട്.
എന്റെ വീട്ടിലിരിക്കുന്ന ഒരു മോണിറ്ററിന് മറ്റേ കർവ്ഡ് മോണിറ്റർ 1,20,000 രൂപ ഒഡിസി എന്ന് പറയുന്ന മോണിറ്റർ എല്ലാം ഞാൻ ഫുൾ ടൈം വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാത്തിന്റെയും പേയ്മെന്റ് അയച്ച സ്ക്രീൻഷോട്ട് ഞാൻ ഇന്നലെ എന്റെ ലൈവിൽ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പ്രൊമോഷനോ അങ്ങനെ ഞാൻ ഒരിടത്തും ഒരു കമ്പനിയും ഒരു ഗെയിമിംഗ് കമ്പനിയും നമ്മുടെ ഒരു ബ്രാൻഡ്സിനെ ഞാൻ മറ്റേ ഇൻഫ്ലുവൻസർ ആണ് എനിക്ക് മറ്റേ ഇത് വേണം എന്ന് പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നെക്സ്റ്റിലേക്ക് പുള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് PC-യും ഇതൊക്കെ തന്നോണ്ടിരുന്നത് കമ്പാരിറ്റീവ്ലി പബ്ലിക്കിൽ കൊടുക്കുന്നതിനും റേറ്റ് കുറവാണ്. അത് പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണോ ഇല്ലയോ. കാരണം ഞാൻ വേറെ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് പുള്ളിയെ മാത്രമേ അറിവുള്ളായിരുന്നു. ഞാൻ പുള്ളിയെടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ പുള്ളി അങ്ങനെ തന്നോണ്ടിരുന്നതാണ് സായി ബ്രോ ഇതെല്ലാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ആൾക്കാർ ഈ സ്കാമിൽ പെട്ടത് എങ്ങനെയാണെന്ന് പറയട്ടെ. ഇപ്പൊ ഫ്രസ്ട്രേഷന്റെ പുറത്താണ് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ തലയടിക്കുന്നത്. ആൾക്കാര് ഈ സ്കാമിൽ പെട്ടത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ മറ്റേ ബൈ വൺ ഗെറ്റ് വൺ ഇല്ലേ, അതിലാണ് എല്ലാരും വീണത്. പിന്നെ നമ്മുടെ എല്ലാ ലൈവ് ത്രൂ. പക്ഷെ ഒരു കാര്യമുണ്ട് ബ്രോ, ഇത് അഡ്രസ് ചെയ്ത അമൽ ബ്രോ ഇല്ലേ, പുള്ളി വരെ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റേ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഉണ്ട്, പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതാ പറയണ ബ്രോ. അതുപോലും ചെയ്തിട്ടില്ല ഞങ്ങൾ ആരും അത് ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ ഞങ്ങളുടെ PC എവിടുന്നാ വാങ്ങിയേ എന്ന് മാത്രമേ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നെക്സ്റ്റ് ജനിൽ ഇപ്പൊ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട്, നിങ്ങൾ പോയി വാങ്ങിക്കുക എന്ന് ഞാൻ മെൻഷൻ ചെയ്ത് എങ്ങും പറഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു ഓഫർ വരുന്ന ടൈമിൽ നെക്സ്റ്റ് ജൻകാര് എന്റെ സിസ്റ്റത്തിനകത്ത് എന്തോ പാളിച്ചാണ്. ഞങ്ങളുടെ കുറെ കൂട്ടത്തിലുള്ള ബിൽഡ് ചെയ്ത എല്ലാവർക്കും പാർട്സിൽ ഭയങ്കര എന്തോ ഒരു റീഫബ്രിഷ്ഡ് ഒക്കെ ആയിട്ട് തോന്നി കുറെ വട്ടം. പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ബ്രോ. കാരണം 3090 എന്നൊക്കെ പറയുമ്പോൾ ബ്രോ കാർഡ് മാത്രം 1.5-2 ലക്ഷം രൂപയായിരുന്നു കൊറോണ ടൈമിൽ. 2.5 ലക്ഷം രൂപ കാർഡ് മാത്രം. അതിന് വരെ ഞങ്ങൾക്ക് അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഇത് അടിച്ചപ്പോഴത്തേക്കിനും ഞാൻ അവിടെ നിന്ന് എടുക്കുന്ന കാര്യമുണ്ട്. അപ്പോഴേ ഈ ബൈ വൺ ഗെറ്റ് വൺ PC എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു, അപ്പോഴേ എനിക്കറിയാം ഇത് എന്തോ ഉടായ്പ സംഭവിക്കുമെന്ന് എനിക്ക് മൈൻഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അന്നേരം ലൈവില് വന്നപ്പം കുറെ പേരെന്നോട് ചോദിച്ചു ബ്രോ ഇതിനെപ്പറ്റി അഭിപ്രായം എന്താ പറഞ്ഞു. എനിക്കറിയത്തില്ല ബ്രോ, ഞാനിപ്പം എനിക്ക് അവിടുത്തെ സർവീസ് ശോകമായിട്ട് തോന്നിയത് കൊണ്ട് ഞാനിപ്പോ ഗീക്ക് ബോക്സിൽ നിന്നാണ് ലാസ്റ്റ് എന്റെ PC ബിൽഡ് ചെയ്തത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അവരോട്. ലൈവിലൊക്കെ കുറെ വട്ടം പറഞ്ഞു. പക്ഷെ ഇതിപ്പോ ഉണ്ടല്ലോ സായി ബ്രോ, എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ കാശ് മേടിച്ച് എന്തെങ്കിലും ചെയ്തെടുത്താണെങ്കിൽ എനിക്കൊരു വിഷമം ഉണ്ടാവില്ല. ഞാൻ സായി ബ്രോ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ, ഞാൻ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പോലും ഞാൻ ക്യാഷ് വാങ്ങി പ്രൊമോട്ട് ചെയ്യാറില്ല. എനിക്ക് ഓഫ് ചെയ്യുന്ന അതേപോലത്തെ എമൗണ്ട് ഒക്കെയാണ്. ഞാൻ സായി ബ്രോക്ക് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറ്റേ റമ്മി സർക്കിളും ഇവരൊക്കെ ഓഫർ ചെയ്ത് എത്ര രൂപയാണെന്ന്. ഞാൻ അങ്ങനത്തെ സാധനം ചില കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം ഒരു റീച്ച് ഒക്കെ വെത്തുന്നതിന് മുമ്പ് സായി ബ്രോ ഈ യൂട്യൂബില് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മറ്റേ ചെറിയ ചെറിയ ചാനൽസിന്റെ ആൾക്കാർ ഓരോരുത്തർ എന്റെ സ്ട്രീം സ്പോൺസർ ചെയ്യുമായിരുന്നു. അത് നമ്മൾ ത്രൂ ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. ആ ടൈം തൊട്ട് ഞാൻ ഇന്ന് വരെ അതിനു മുമ്പ് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷനും ഒരു ഗാംബ്ലിംഗ് ആപ്ലിക്കേഷനും ഇങ്ങനത്തെ ഒന്നും ഞാൻ ഇത് ചെയ്തിട്ടില്ല. എനിക്ക് ഒരു കുന്ന് മെയിൽ വരാറുണ്ട്, എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും എനിക്ക് ഇത് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് നല്ലൊരു വിഷമമായിരുന്നു. ഈ ആൾക്കാർ ഇപ്പൊ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ബ്രോ പറഞ്ഞ പോലെ ബൈ വൺ ഗെറ്റ് വൺ പോയി പെട്ടു. ഇനിയിപ്പോ എല്ലാം കൂടി ഇൻഫ്ലുവൻസേഴ്സിന്റെ തലയിലിടാം. അത് എങ്ങനെയും അവർക്ക് ഒന്നെങ്കിൽ പൈസ തിരിച്ചു കിട്ടണം, അതാണ് ഇപ്പൊ മെയിൻ പ്രശ്നം ബ്രോ. അത് എന്റെ മാത്രമല്ല, ഫ്രണ്ട്സിന്റെ ആണെങ്കിലും ഫാമിലി റിലേറ്റീവ്സിന്റെ ഒക്കെ പ്രൊഫൈലിലും ഒക്കെ വന്ന് മെസ്സേജ് അയക്കുക എന്ന് പറയുമ്പോൾ ഞാനത് കാശ് വാങ്ങിച്ചിട്ട് ഈ പറയണത് പോലെ നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇതുപോലെ നെക്സ്റ്റ് ജൻ റിക്സിൽ സെയിൽസ് നടക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാരും പോയി മേടിച്ചോ എന്ന് ഞാൻ പറയണ ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. ഇത് അങ്ങനെ പോലും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ഈഗിൾ ബ്രോ എവിടുന്ന PC വാങ്ങിച്ചത്. ഞാനപ്പോ മേടിച്ച കടയല്ലാതെ വേറെ ഏത് കടയെ പറ്റിയാ ഞാൻ പറയണ്ടേ? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ബ്രോ. അതിന്റെ പേരിൽ ഇപ്പൊ ഈ ബ്ലെയിം കേൾക്കാന്ന് പറയുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ലൈവ് പോലും ഇടണില്ല ഇപ്പൊ ഈ ഇടയിട്ട്. ഞാൻ കുറെ നാൾക്ക് ശേഷം ഇന്നലെ ഒന്ന് ലൈവ് ഇട്ട് ഇത് ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി മാത്രം ലൈവ് ഇട്ടിട്ട് ഞാൻ എൻഡ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് പോയി. ഞാൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക. അത് കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ് ഇടുമ്പോ ഞാൻ എന്തായാലും പറയും. ഓ സായിബ്രോ ഒന്ന് അവരുടെ സായിബ്രോ എനിക്ക് വേണ്ടി ജെന്യൂൻ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം സംസാരിച്ചു. അല്ല ബ്രോ, ഞാൻ ഓൾറെഡി അങ്ങേരോട് ഇത് ചോദിക്കും ചെയ്യും, എന്നിട്ട് ഞാൻ നോക്കുള്ളൂ. പുള്ളിയോട് ചോദിക്കണം എപ്പോഴെങ്കിലും ഞാൻ പ്രൊമോഷനോ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. എനിക്ക് വേണ്ടി പുള്ളി ഇങ്ങോട്ട് എന്ന് പറഞ്ഞാണ് ഈഗിളുടെ ചാനൽ ത്രൂ ഒരു ഗീവ് അവേ വെക്കാന്ന്. അല്ല, എനിക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള ഫോളോവേഴ്സ് ഗെയിനും ഉണ്ടായിട്ടില്ല ബ്രോ. കാരണം എന്റെ ഫോളോവേഴ്സ് തന്നെയായിരുന്നു എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കുറച്ച് നല്ല റീച്ചുള്ള അക്കൗണ്ടാ. അവിടെ പോയിട്ടുണ്ടാവും, അല്ലാതെ ഇങ്ങോട്ട് കേറില്ല.
സത്യമായിട്ടും അങ്ങോട്ട് അന്ന് ആ ഒരു ഗീവേ ഞങ്ങൾ 3 ദിവസത്തേക്കാ വെച്ച. 3 ദിവസത്തിൽ പുള്ളിക്ക് 50,000 60,000 എന്തോ ഫോളോവേഴ്സ് അടുപ്പിച്ച് കേറിയിട്ട് പിന്നെ കുറെ പേര് ഈ ഇഷ്യൂവിന്റെ പേരിൽ ഇപ്പൊ അൺഫോളോ ചെയ്ത് കളഞ്ഞതാ. മനസ്സിലായി. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ എനിക്ക് ഒരു ബെനിഫിറ്റ് ആ ഗീവേ നടത്താൻ ഒരു കാശോ ഒന്നും കണ്ടില്ല. PC നേരെ എന്റെ ഇത് ത്രൂ ഒരു പയ്യന് കിട്ടി. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ലാതെ അതിനൊരു പൈസ എന്തെങ്കിലും തന്നോന്ന് പുള്ളി എടുത്ത് ചോദിക്കണം. അത് മാത്രമാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മറ്റേ ടിവിയുടെ മീറ്റപ്പ് നടത്താന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ആ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുറെ സ്പോൺസേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി നമ്മുടെ അടുത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും ഇതുപോലെ ചെയ്യാം, എല്ലാം റെഡി ആവാന്ന്. പക്ഷെ ഞങ്ങൾക്ക് പിന്നീട് വേറെ സ്പോൺസേഴ്സ് വലിയ വലിയ ബ്രാൻഡ്സിന്റെ 2-3 പേരുടെ ഇത് റെഡി ആയില്ല. അപ്പൊ ഞങ്ങളത് ക്യാൻസൽ ചെയ്യുമായിരുന്നു. അതും പുള്ളി ചെയ്തിട്ടില്ല. ആ ഇവന്റ് നടന്നിട്ടില്ല. ഇതല്ലാതെ ഏതെങ്കിലും ഒരു എന്റെ എന്തെങ്കിലും ആ ഷോപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാശ് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പുള്ളി ചോദിക്കും. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു അപ്ഡേറ്റ് ചെയ്യണം വീഡിയോ ബ്രോ. ഓക്കെ സാഹിബ്. അപ്പൊ ആ കോള് നിങ്ങൾ കേട്ടല്ലോ, ഞാനും ഈകളും സംസാരിച്ചത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പൊ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈസ പോയ ആളുകൾ ഓടിപ്പോയിട്ട് ചീത്ത വിളിക്കുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സിനെയും ക്രിയേറ്റേഴ്സിനെയും ഗെയിമേഴ്സിനെയാണ്. ഓക്കെ, അവരുടെ ബാക്കിലുള്ള റിയാലിറ്റി അവർ പറയുന്നത് അതൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കണം. ഓക്കെ, നിങ്ങളുടെ പൈസ പോയി നിങ്ങൾക്ക് സങ്കടം കാണും, നിങ്ങൾ പോയി ചീത്ത എന്തിനിടെ വിളിക്കുക. അങ്ങനെ അവരെ പറയും. നിങ്ങൾ എന്തിനാ അവരുടെ പാരൻസിന് മുകളിൽ ഓടിക്കുക പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി റിലേറ്റീവ്സിന് മുകളിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പുള്ളിക്ക് പ്രസിദ്ധേട്ടൻ ഇത് അങ്ങേറെ ചാറ്റാണ് കേട്ടാ. പുള്ളിക്ക് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച PCക്ക് എനിക്ക് ലാഗ് കാരണം ഗതി കെട്ടിട്ട് പുള്ളിയുടെ പുറകെ കിടന്ന് കാല് പിടിച്ച് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, നിങ്ങൾ സാധാരണക്കാരൊക്കെ ആൾക്കാരുള്ള ഒരു സ്ട്രീമറായിട്ടുള്ള അവസ്ഥ എൻ്റെ ഇതായിരുന്നെങ്കിൽ, നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ റെപ്യൂട്ടേഷനോ ഒന്നുമില്ലാത്ത നിങ്ങളോടൊക്കെ എങ്ങനെയായിരിക്കും ആ പുള്ളി ബിഹേവ് ചെയ്തതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെയൊക്കെ സിറ്റുവേഷൻ എന്താണെന്ന്. ഇത് കണ്ടോ, ഞാൻ പുള്ളിക്ക് അയച്ച മെസ്സേജ്, ചേട്ടാ എനിക്ക് ഈ PC ഒട്ടും പറ്റണില്ല. ഇത് ഞാൻ ഇത് ലൈവ് ഇട്ടിട്ട് ഇന്ന് ലൈവ് ഇട്ട 210 FPS സ്ട്രീം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാ 360 ഹെർട്സ് മോണിറ്ററൊക്കെ എനിക്ക് 3090 എന്ന് പറയുമ്പോൾ ആ ബിൽഡിന് മാത്രം ഞാൻ നെക്സ്റ്റിന് കൊടുത്തത് 4.5 ലക്ഷം രൂപയാണ്. അടുപ്പിച്ച് 4.5 ലക്ഷം രൂപ. ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇപ്പോഴും പറയാം, പുള്ളി ഇത് തിരിച്ചു വരുമ്പോൾ ഇത് റെക്ടിഫൈ ചെയ്യുമ്പോൾ പുള്ളി ഇത് പറയണം. ഞാൻ 1 രൂപ പോലും പ്രൊമോഷൻ്റെ പേരിൽ ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഒന്നിലും കാശ് വാങ്ങിച്ചിട്ട് ഈ പറയണത് പോലെ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല, ഒന്നുമില്ല ഞാൻ. സോ ഗൈസ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നെക്സ്റ്റ് ജെൻ റിഗിൻ്റെ പ്രോബ്ലം ഓക്കെ, ദാറ്റ് ഈസ് ദെയർ. ഞാൻ എൻ്റെ ഭാഗത്തുനിന്നൊരു സൊല്യൂഷൻ ഞാൻ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഞാൻ ശ്രമിക്കും. അത് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നിങ്ങളത് ഈ പറഞ്ഞ പോലെ ഈ പേരുകൾ ഇപ്പോൾ കാർത്തിക് സൂര്യൻ്റെ പേര് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് പേര്, ഇപ്പോൾ ഈ വീഡിയോ ടമലാണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് എന്താ പറയുക, അവർ സജഷൻസ് കൊടുത്തിട്ടുണ്ട് പലർക്കും. വരുന്ന പയ്യന്മാർക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്ക് എവിടെ നിന്നാണ് ബ്രോ PC എടുത്തത്, ബ്രോ PC എടുക്കാൻ എവിടെയാണ് നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ സജഷൻ പറഞ്ഞു കൊടുത്തതാണ് ഈ നെക്സ്റ്റ് ജെൻ റിഗ് എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, അല്ലാതെ ഇവർ പ്രൊമോഷന് വേണ്ടി ഒരാളെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര രൂപ ഡിസ്കൗണ്ട് ഇവർക്ക്, അങ്ങനത്തെ സ്കീമൊന്നും ഇതിനകത്തില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ചെന്നിട്ട് അവരുടെ ഇൻബോക്സിലും അവരുടെ പേഴ്സണൽ സ്പേസിലും ഇടിച്ച് കയറി നീ നെക്സ്റ്റ് ജെൻ റിഗിൻ്റെ ആളല്ലടാ, ചുമ്മാ അതിനൊന്നും ആവശ്യമില്ല. എന്തിനാ, അതിനെ ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അവിടെ പോയി അവരെ 10 തെറി വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സമാനം കിട്ടും.